കോഴിക്കോട് ജില്ലയിൽ 5 പേർക്കാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. ഇതിൽ 4 പേർ രോഗം മാറി ആശുപത്രി വിട്ടു. ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. കോഴിക്കോട് നഗരപരിധിയിൽ 3 പേർക്കും നന്മണ്ടയിലും കൂടരഞ്ഞിയിലും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ച സ്രവങ്ങളുടെ പരിശോധനാ ഫലം കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത്. ഇത് ഒരു പാനിക് പോലെ ഇപ്പോൾ സിറ്റുവേഷൻ ഇല്ല. കാരണം വെസ്റ്റ് നൈൽ വൈറസ് ഡെങ്കു തന്നെ ഇത് സിമിലർ സ്റ്റൈലിലെ ഒരു ഡിസീസാണ്. സിംറ്റംസും വളരെ സിമിലർ ആണ്. 80% ഓഫ് ദ വിക്ടിംസ് ഡു നോട്ട് ഹാവ് എനി സിംറ്റംസ്. ഏത് സിംറ്റംസ് അല്ലാതെ നമുക്ക് ജനറലി വെസ്റ്റ് നൈൽ വൈറസിലേക്ക് കേസ് വരും. മലപ്പുറം, തൃശൂർ ജില്ലകളിൽ അസുഖം ബാധിച്ചവരുടെ ആരോഗ്യനിലയിലും പ്രശ്നങ്ങളില്ലെന്ന് ആരോഗ്യവകുപ്പ്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലാണ് രോഗം വില്ലനാകുന്നത്. ക്യൂലക്സ് കൊതുക് പരത്തുന്ന രോഗമാണ് വെസ്റ്റ് നൈൽ പനി. പനി, തലവേദന, അപസ്മാരം, പെരുമാറ്റത്തിലെ വ്യത്യാസം, കൈകാൽ തളർച്ച തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. കൊതുകു നിവാരണവും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകി. 2011 മുതൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വെസ്റ്റ് നൈൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.